നമസ്കാരം. അഗ്രോവേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതിൽ പ്രതിപാദിക്കുന്നത് കേരളത്തിൻ്റെ നെല്ലറകളിലൊന്നായ കുട്ടനാട്ടിലെ വിശേഷങ്ങളെക്കുറിച്ചാണ്. ഈ ചാനൽ നിങ്ങളൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്ന പ്രദേശം കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കൃഷി ഭൂവിഭാഗമാണ് കുട്ടനാടെന്നത്. നെല്ല്, മീന്, അതോടൊപ്പം വിനോദസഞ്ചാരവും ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു ഭൂവിഭാഗമാണ് കുട്ടനാട്. നെല്ലും മീനും ഇടവിളയായി നമ്മുടെ കേരളത്തിന് പ്രദാനം ചെയ്യുന്ന കുട്ടനാട്ടിലെ ആ നെല്ലറ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നെല്ലിന് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു വസ്തു എന്നത് ജലം തന്നെയാണ്. ആ ജലധാരാളിത്തമാണ് കുട്ടനാട്ടിനെ നെല്ലറയാക്കി മാറ്റിയത്. നീണ്ടു പരന്നു കിടക്കുന്ന വിശാലമായ നെൽപ്പാടങ്ങൾ, അങ്ങകലെയായി തലയുയർത്തി കാറ്റിലാടി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, വാഴത്തോട്ടങ്ങൾ, ഇവയെല്ലാമാണ് കുട്ടനാടിനെ ഒരു കർഷക പ്രേമിക്ക്, ഒരു സഞ്ചാരിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു ഭൂവിഭാഗമാക്കി മാറ്റിയത്. ചരിത്രവും സംസ്കാരവും ഒക്കെ ഉറങ്ങുന്ന മണ്ണാണ് കുട്ടനാടിൻ്റേത്. കേരളത്തിലെ നെല്ലറകളിൽ പ്രസിദ്ധമായ നെല്ലറയാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 2 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും താഴ്ന്ന നിലയിലാണ് കുട്ടനാടിൻ്റെ ഈ കൃഷി ഭൂഭാഗം നിലകൊള്ളുന്നത്. കൃഷി ഇറക്കുന്നതിന് മുമ്പായി കൃഷിയിടങ്ങളിൽ നിലമൊരുക്കൽ ചടങ്ങ് നടക്കുന്ന ആ ഒരു പ്രത്യേക കാഴ്ചകളും നമുക്ക് കാണുവാൻ സാധിക്കും. നീണ്ടു പരന്നു കിടക്കുന്ന ഈ വയലേലകളിൽ പണിയെടുക്കുന്ന ഓരോ കർഷകൻ്റെയും മനസ്സിൽ നിറയുന്നത് ആ ജല ദൗർലഭ്യം മാത്രമല്ല, ആ ഭക്ഷ്യദൗർലഭ്യം മാത്രമല്ല, അതിനുപരി പ്രകൃതിയോടുള്ള ഒരു സ്നേഹവും വിശ്വാസവുമാണ്. നമുക്ക് അന്നം തരുന്ന നമ്മുടെ സ്വന്തം മണ്ണ് എന്ന വിശ്വാസമാണ് ഓരോ കർഷകനെയും ആ നെൽകൃഷി നടത്തി അതിനു വേണ്ട വളങ്ങളും അതിനുവേണ്ട ജലവുമെല്ലാം നൽകി വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ജന്മപുണ്യമാണ്. ഒരുപക്ഷെ കുട്ടനാട്ടുകാരെ നമ്മളുടെ അന്നദാതാക്കൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ലിൽ ഭൂരിഭാഗവും കുട്ടനാട്ടിൻ്റെ സംഭാവനയാണെന്ന് പറയാതെ വയ്യ. പ്രകൃതിയുടെ ഈ മായക്കാഴ്ചകൾക്കൊപ്പം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊന്നുകൂടി കുട്ടനാട്ടിലുണ്ട്. അത് ആണ് ബാക്ക്വാട്ടർ ടൂറിസം. അതിലൂടെയും കുട്ടനാടിൻ്റെ ആ മനോഹാരിത വെളി രാജ്യങ്ങളിലും എല്ലാം പ്രസിദ്ധി ആർജിച്ചതാണ്. നെല്ലും അതോടൊപ്പം പ്രകൃതിയും കനിഞ്ഞനുഗ്രഹിച്ച കുട്ടനാടിൻ്റെ ആ നിറസമൃദ്ധിയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഈ ചാനൽ ആ കാഴ്ചകൾക്ക് മുന്നിൽ, ആ കർഷക സുഹൃത്തുക്കൾക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഭൂമി മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. സർവസഹയായ അമ്മേ, നല്ലത് വരുത്തണമേ എന്ന്.